ഹായ് ഫ്രണ്ട്സ്, രുചിമേളത്തിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഞങ്ങൾ ചിക്കൻ പൊരിച്ചതാണ്. അതിനുവേണ്ടി ചട്ടിയിലേക്ക് അല്പം തൈരും മുളക് പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി, ഗരം മസാല, ഒരു മുട്ട, അല്പം ഉപ്പ്, ഒരു ടീസ്പൂൺ നാരങ്ങനീര്, അല്പം വെളുത്തുള്ളി ചതച്ചതിട്ടാണ്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ ചിക്കൻ ചേർത്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. നമ്മളിങ്ങനെ മസാല ചേർക്കുന്നത് ചിക്കൻ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അങ്ങനെ ഇനി നമുക്ക് ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് എണ്ണ തിളയ്ക്കാനായി വയ്ക്കാം. ആ സമയം കൊണ്ട് അല്പം മൈദയും അല്പം കോൺഫ്ലവറും ഉപ്പും മുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഇനി അതിലോട്ട് ഓരോ ചിക്കൻ പീസും എടുത്ത് നമ്മൾ നന്നായി കുടഞ്ഞ് ചേർക്കണം. അങ്ങനെ കുടഞ്ഞ് ചേർത്ത് ചിക്കൻ പീസ് ഓരോന്നെടുത്ത് നമ്മുടെ ചൂടായ എണ്ണയിലേക്ക്, തിളച്ച് മറിഞ്ഞ് ചൂടായി നിൽക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മൾ വറുത്തെടുക്കണം. അങ്ങനെ നമ്മൾ എല്ലാ ചിക്കൻ പീസും ഇതുപോലെ ചെയ്ത് നമ്മൾ പൊരിച്ചെടുത്ത് വയ്ക്കും. അങ്ങനെ നമ്മളെല്ലാ ചിക്കൻ പീസും ഇങ്ങനെ പൊരിച്ചെടുത്തു കേട്ടോ. ഇനി നമുക്കിതിൽ കുറച്ച് ബാക്കി വന്ന ചിക്കൻ പീസ് ഉണ്ട്. അതിൽ നമുക്ക് ചക്കക്കുരു ഗ്രേറ്റ് ചെയ്താണ് കേട്ടോ ഇത്. അതിൽ നമുക്ക് ഡിപ്പ് ചെയ്യണം. അതിന് നമ്മൾ കുറച്ച് ചക്കക്കുരു എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഈ ബ്രൗൺ കളർ കളയുന്നില്ല കേട്ടോ. നമ്മൾ അതോട് കൂടിയിട്ട് തന്നെ നമ്മളിങ്ങനെ ചോപ്പ് ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാം നമ്മൾ എടുത്ത ശേഷം അതിലേക്ക് അല്പം മുളക് പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതിലെല്ലാ ചിക്കൻ പീസും ഡിപ്പ് ചെയ്തെടുക്കണം. പിന്നെ ചൂടായ ചട്ടിയിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഓരോന്ന് മുക്കി പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ പൊരിച്ചതെല്ലാം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഉണ്ടാക്കി